അതെന്തിനാ ടീച്ചർ അങ്ങനെ ചെയ്തത്? ഒരു പിടിയുമില്ല. എന്തോ എന്റെ സ്നേഹത്തിന് പകരമായി 2 വർഷത്തെ ജയിൽവാസാണ് അവരെനിക്ക് തന്നത്. സ്ത്രീയല്ലേ, വിശ്വസിക്കാൻ പറ്റാത്ത വർഗം എന്നല്ലാതെ എന്ത് പറയാം? സ്ത്രീകളെ അങ്ങനെ അടച്ചാക്ഷേപിക്കാൻ കഴിയും? ബാലകൃഷ്ണന്റെ മുത്തശ്ശി ഒരു സ്ത്രീയല്ലേ, പെങ്ങളും ഒരു സ്ത്രീയല്ലേ? അവരെ പറ്റിയും ബാലകൃഷ്ണൻ അങ്ങനെ പറയൂ? അതിരിക്കട്ടെ, ഈ പറഞ്ഞ മുത്തശ്ശിയും പെങ്ങളും ഒക്കെ ഇപ്പൊ എവിടെയുണ്ട്? ഞാൻ ഈ അവസ്ഥയിലായതിൻ്റെ വേദനയോടെ മുത്തശ്ശി മരിച്ചു. ഭാഗ്യത്തിന് അതിനു മുമ്പ് എൻ്റെ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞു. അവളിപ്പോൾ ഗൾഫിലാണ്. ഇനി എന്താ ബാലകൃഷ്ണന്റെ പരിപാടി? ഒരു പരിപാടിയില്ല. തോന്നുന്ന പോലെ ജീവിക്കുക, പിന്നെ മരിക്കുക. അങ്ങനെ നിരാശപ്പെടേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. എനിക്കൊരു നിരാശയില്ല. ഈ നിർമ്മല ടീച്ചറെ പിന്നെ കണ്ടോ? ഞാൻ കണ്ടില്ല. മരിക്കുന്നതിന് മുമ്പ് ഒരിക്കൽ മാത്രം അവരെ ഒന്ന് കാണണമെന്നുണ്ട്. എന്ത് കാരണം കൊണ്ട് എന്നോട് ഇങ്ങനെ ചെയ്തു എന്നൊരു പ്രാവശ്യം ചോദിക്കാൻ. ജീവിതം അവസാനിച്ചു എന്ന തോന്നൽ വേണ്ട. സഹതാപം കൊണ്ട് പറയുന്നല്ല. മാഷ ജോലി ഏതായാലും പോയില്ലേ. എന്റെ കോൺട്രാക്ടർ നല്ല മനുഷ്യനാണ്. പുള്ളി വിചാരിച്ചാൽ ബാലകൃഷ്ണൻ ഒരു ജോലി തരാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. നന്ദന്റെ സന്മനസ്സിന് നന്ദി. പക്ഷെ പെട്ടെന്ന് അങ്ങനെ ഒരു ജോലിയിൽ പ്രവേശിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. അതൊക്കെ ശരിയാവുന്നേ. സുഹൃത്തിന്റെ വീട്ടിൽ പോയി തിരിച്ചു വരുമ്പോ കല്ലേറ്റുപുഴയിൽ ഇറങ്ങണം. അഡ്രസ് ഇതിലുണ്ട്. അഡ്രസ് ഇരിക്കട്ടെ, പക്ഷെ ഞാൻ വരില്ല നന്ദൻ. എനിക്ക് ആദ്യം വേണ്ടത് കുറച്ച് സ്വസ്ഥതയാണ്. വല്ല അമ്പലത്തിലോ ആശ്രമത്തിലോ ഒക്കെ ഒന്ന് ചുറ്റടിച്ച് നോക്കട്ടെ. സ്വസ്ഥതയൊക്കെ നമ്മൾ സ്വയം തീരുമാനിച്ചുണ്ടാക്കുന്നതാണ്. മനുഷ്യന് ദൈവം തരുന്ന പുണ്യമാണ് ജീവിതം. അതിങ്ങനെ താറുമാറാക്കി കളയുന്നതിൽ അർത്ഥമില്ല. എനിക്ക് കിട്ടിയ ജീവിതം പുണ്യമല്ലെന്ന് ഇത്രയും കേട്ടിട്ടും നന്ദന് മനസ്സിലായില്ലേ? അത് ജീവിതത്തിൽ ഒരു ഏട് മാത്രമല്ലേ ആകുന്നുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഏട്. ഇനി അങ്ങോട്ട് പ്രതീക്ഷിക്കാനൊന്നുമില്ല. അങ്ങനെ ചിന്തിക്കരുത്. ബാലകൃഷ്ണ, എനിക്ക് ഇറങ്ങേണ്ട സ്ഥലമായി. എന്റെ റിക്വസ്റ്റ് ആണ്, മടങ്ങുമ്പോ ഇവിടെ ഇറങ്ങണം. അയ്യോ, എന്തു പറ്റി സാർ? എന്റെ ബാഗ് ബസ് വെച്ച് മറന്നുപോയി. അല്ല, മാറിപ്പോയി. എന്നാ ഒരു വണ്ടി എടുത്ത് പുറകെ വിട്. ശരിടാ. അമ്മേ, അദ്ദേഹം ഇങ്ങോട്ട് വരുന്നുണ്ട്. ആര്? അമ്മ ഉമ്മറത്തേക്ക് ചെല്ലൂ. നന്ദനാണോ? ഇന്നലെ എത്തുമെന്നാ ഞാൻ വിചാരിച്ചത്. എന്താ പുറത്തന്നെ നിൽക്കണേ? ഇരിക്കൂ. സന്തോഷ വാർത്ത ആദ്യം തന്നെ അങ്ങ് പറയാം. ഏത് പെണ്ണ്, എവിടെയുള്ള പെണ്ണ്, പെണ്ണിന്റെ ജാതി എന്ത്, സാമ്പത്തിക സ്ഥിതിയൊക്കെ എങ്ങനെ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഒടുവിൽ വീട്ടുകാരന്റെ ഇഷ്ടത്തിന് വഴങ്ങി. ആളെവിടെ? അങ്കമാടിയിലേക്ക് പോയോ? ഓ, ഇന്ന് ഞായറാഴ്ചയാണല്ലോ. അവള് ചായയുടെ ആയിരിക്കും. എന്റെ അമ്മയ്ക്ക് ഒരേ ഒരു ഡിമാൻഡേ ഉള്ളൂ. പേടിക്കണ്ട, സ്വർണവും സ്വത്തൊന്നുമല്ല. കല്യാണം നാട്ടിലെ ദേവീ ക്ഷേത്രത്തിൽ വെച്ച് തന്നെ നടത്തണം, അത് മാത്രം. ശരീരത്തിന് നല്ല സുഖമില്ലാത്തതുകൊണ്ട് ഇവിടം വരെ യാത്ര ചെയ്യാൻ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാ. എല്ലാം മോൻ തന്നെ അങ്ങ് തീരുമാനിച്ചാ മതി. ഞങ്ങൾക്ക് വേറെ ആരുമില്ലെന്നറിയാലോ. അമ്മേ, ഒന്നിങ്ങോട്ട് വരൂ. മോൻ പറഞ്ഞൊക്കെ കേട്ടല്ലോ? കേട്ടു. ഇനിയെങ്കിലും അമ്മ തുറന്ന് സംസാരിച്ചില്ലെങ്കിൽ? എന്താ സംസാരിക്കാനുള്ളത്? തെറ്റൊന്നും ചെയ്തിട്ടില്ലാത്ത നീ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നതോ? ഞാൻ ഇപ്പോഴും ചോദിക്കുന്നു, നിന്റെ മനസാക്ഷിക്കറിയില്ലേ മോളെ നീ തെറ്റ് ചെയ്തിട്ടില്ലെന്ന്? എന്നാലും ഒരെന്നാലും ഇല്ല. എല്ലാം അറിയുന്ന ദൈവം തീരുമാനിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കും.
ഞാൻ നാളെ ഇങ്ങോട്ട് ഇറങ്ങാം, വിശദമായി സംസാരിക്കാം. ഇപ്പൊ എനിക്ക് ഉടനെ വർക്ക് സൈറ്റിൽ എത്തണം. ചായ ഇടുന്നുണ്ട്. ചായ കുടിച്ചതാ, പറഞ്ഞാ മതി. ആഹാ, ഇതാര്? ബാലകൃഷ്ണനോ? എപ്പ എത്തി? കുറച്ചു നേരമായി. നമ്മുടെ ബാഗ് പരസ്പരം മാറിപ്പോയി. അതെ, ബസ് ഇറങ്ങിയപ്പോഴാ ഞാനത് ശ്രദ്ധിച്ചത്. ബൈക്ക് എടുത്ത് പുറകെ വിട്ടാലോ എന്ന് ആദ്യം ആലോചിച്ചാ, പിന്നെ വേണ്ടെന്ന് വെച്ചു. ഇത് തരാനായിട്ടെങ്കിലും ബാലകൃഷ്ണൻ ഇവിടെ വരുമല്ലോ എന്ന് ആഗ്രഹിച്ചു. എന്റെ പ്രതീക്ഷ തെറ്റിയില്ല. കേറി വാ. വരണം. ഇവിടുന്ന് ലാസ്റ്റ് ബസ് എത്ര മണിക്കാ? ഒരു പഴയ തമാശ പറഞ്ഞോട്ടെ, ലാസ്റ്റ് ബസ് ധാരാളം ഉണ്ട്. കേറി വരണം മാഷേ. വൈകിയ പിന്നെ ബസ് കിട്ടില്ല. ഏത് ബസ് മാഷേ? എവിടേക്ക് പോവാൻ? എന്തായാലും ഇവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. കാര്യമുണ്ട്. ആദ്യം എനിക്ക് എന്റെ ബാഗ് ഒന്ന് പരിശോധിക്കണം. ഇതിൽ വല്ല സാധനവും കാണാതായിട്ടുണ്ടോ എന്ന് നോക്കണമല്ലോ. അങ്ങനെയാണെങ്കിൽ മൊത്തം ബാഗുമായിട്ട് എനിക്ക് കടന്നു കളഞ്ഞാൽ മതിയായിരുന്നു. ആരും നോക്കട്ടെ. നന്ദൻ ഇവിടെ തനിച്ചാണോ? ഇപ്പോഴതെ. ഏതാനും ദിവസങ്ങൾക്കകം കൂട്ടിനൊരാൾ ഇവിടെ വരും. ഇതിനകത്തുള്ള ചില സാധനങ്ങൾ ആ ആളിന് വേണ്ടി സംഘടിപ്പിച്ചതാ. ആഹാ, ബ്യൂട്ടിഫുൾ. അപ്പൊ ഇതുവരെ അവിവാഹിതനായിരുന്നോ? എനിക്ക് അത്രയ്ക്ക് പ്രായമൊന്നും ആയിട്ടില്ല, പക്ഷെ പ്രായം അത്ര കുറവുമല്ല. കെട്ടണോ വേണ്ടോ എന്ന് ആലോചിച്ചോണ്ടിരുന്നപ്പോഴാ അവിചാരിതമായി ആളിനെ കണ്ടുമുട്ടിയത്. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. ഞാൻ മൂക്കും കുത്തി വീണെന്ന് പറഞ്ഞാ മതിയല്ലോ. ഈ പ്രണയത്തിന് കണ്ണില്ലെന്നല്ലേ, അതുകൊണ്ട് ജാതി ഏതെന്ന് പോലും ഞാൻ അന്വേഷിച്ചില്ല. എന്റെ ഹൃദയപൂർവ്വമുള്ള ആശംസകൾ. അതുപോലെ വളരെ നിർണായകമായ ഒരു യാത്രക്കിടയിലാണ് ബാലകൃഷ്ണൻ ഞാൻ കണ്ടുമുട്ടിയത്. സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലാത്ത ഒരു പെൺകുട്ടിയെ കെട്ടാൻ വീട്ടുകാർ സമ്മതിക്കുമോ എന്ന ആശങ്കയോടെ ഞാൻ വീട്ടിലേക്ക് പോയതായിരുന്നു. എല്ലാം ശരിയായി സന്തോഷത്തോടെ മടങ്ങുമ്പോഴാണ് പ്രണയനഷ്ടം സംഭവിച്ച ബാലകൃഷ്ണനെ കണ്ടത്. ആ നൊമ്പരം എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. ദേവി ഇത് ഇവിടുന്ന് പോവരുത്. ഒരു മാറ്റം എന്തുകൊണ്ട് നല്ലതാ. നാളെ തന്നെ നമുക്ക് കോൺട്രാക്ടറെ കാണാം. എനിക്ക് വാക്ക് തരണം. അവിടുന്നുള്ള അപ്രോച്ച് റോഡ് ഉടൻ മെറ്റൽ ചെയ്യണം. ജയ്പൂരിൽ നിന്നും ടെസ്മാക്കയുടെ ആൾക്കാർ വിളിച്ചിരുന്നു. 2-ാം തീയതിക്ക് മുമ്പ് അവിടെ എല്ലാ മെഷീൻസും അവിടെ തിരിച്ചെത്തണം. അത് പ്രശ്നം വരില്ല സർ. ഉറപ്പാണ്? അതെ. ക്രഷറിന്റെ ജോലികൾ അതിനു മുമ്പ് തീരും. തീരും സർ. എനിക്കൊരു പിടിയില്ല. താനില്ലാത്ത ഈ 2-3 ദിവസം കാര്യങ്ങളെല്ലാം മൊത്തം സ്ലോ ആയിരുന്നു. താൻ അറിഞ്ഞോ, KNSന്റെ ലേബേഴ്സ് അടുത്ത ആഴ്ച പണിമുടക്കാൻ പരിപാടിയിട്ടിരിക്കുകയാണത്രേ. എന്തിന്? എന്നും അവന്മാർക്ക് ഓരോരോ പുതിയ ഡിമാൻഡുകളാണല്ലോ. ഞാൻ സംസാരിക്കാം സർ. പിന്നെ ഈ കാര്യം എന്ത് ചെയ്യണം? ഏത് കാര്യം? എന്റെ സുഹൃത്ത് ബാലകൃഷ്ണൻ. ഓ, അതോ? അയാൾ തൽക്കാലം സ്റ്റോറിന്റെ കാര്യങ്ങൾ നോക്കട്ടെ. തന്റെ റെക്കമെൻഡേഷൻ ആവുമ്പോൾ എനിക്ക് പ്രശ്നമില്ലല്ലോ. താങ്ക് യു സർ. താൻ പോയ കാര്യം എന്തായി? കല്യാണം ഉറപ്പിച്ചോ? ഇല്ല. വീട്ടിൽ നിന്ന് അമ്മാവനും ആളുകളും ഒക്കെ 2 ദിവസം ഇങ്ങോട്ട് വരും. ഒരു പെണ്ണയാണൽ ചടങ്ങ്. എങ്കിൽ ഞാൻ പോയി എന്റെ ഫ്രണ്ടിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഉടനെ വരാം സർ. ഓക്കെ. സംഗതി ഓക്കെ. സ്റ്റോറിന്റെ കാര്യങ്ങൾ ഇനി ബാലകൃഷ്ണന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. എല്ലാം ഞാൻ പറഞ്ഞുതരാം. ഇന്ന് ചൊവ്വ, ഇന്ന് വേണ്ട. നാളെ ജോലിയിൽ പ്രവേശിച്ചു. എന്താ? ഇനിയിപ്പോ എല്ലാം നന്ദം തീരുമാനിക്കാൻ പോലെ. ആദ്യം അടിസ്ഥാന ആവശ്യങ്ങൾക്കുള്ള ചില സാധനങ്ങളൊക്കെ സംഘടിപ്പിക്കണം. സോപ്പ്, ചീപ്പ്, കണ്ണാടി. വേണം വേണം. ടൗണിൽ പോയാൻ എന്റെ ബൈക്ക് എടുത്തോളൂ. ഓടിക്കാൻ അറിയില്ല. നടന്നു പോവാം. നല്ല സ്ഥലം ഒക്കെ ഒന്ന് കാണുകയാവാം. അപ്പൊ നമുക്ക് വൈകുന്നേരം കാണാം. ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്ക് ബാലകൃഷ്ണ. സത്യമായിട്ട് നിങ്ങൾ ആ കുട്ടിയെ കണ്ടതാണോ അതോ തോന്നിയതാണോ? എന്റെ നന്ദൻ, നിങ്ങൾ വിചാരിക്കും പോലെ എനിക്കൊരു വിഭ്രാന്തിയുമില്ല. ഏത് ആൾക്കൂട്ടത്തിലായാലും എത്ര ദൂരത്ത് വെച്ചായാലും അവരുടെ ഒരു മുടിയിഴ കണ്ടാൽ പോലും ഞാൻ തിരിച്ചറിയും. ഒരുത്തനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്ന് തോന്നും. മാഷ് കേട്ടിട്ടുണ്ടോ? ഇതങ്ങനെയല്ല. എന്നാൽ ഇത് വല്ലാത്തൊരു ആകസ്മികത തന്നെ. ആക്സിഡന്റൽ കോയിൻസിഡൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കൂ.
ബസ്സിൽ വെച്ച് ബാഗ് മാറിപ്പോയത് കൊണ്ട് മാത്രം ബാലകൃഷ്ണൻ ഈ നാട്ടിൽ എത്തിപ്പെടുക, എത്രയോ കാലമായി അന്വേഷിക്കുന്ന ആളിനെ ഒട്ടും അന്വേഷിക്കാതെ കണ്ടെത്തുക, കഥയിൽ എഴുതിയാൽ പോലും ആളുകൾ വിശ്വസിക്കില്ല. ചില നേരത്ത് ദൈവത്തിന്റെ കളികൾ അങ്ങനെയാണ്. നന്ദനോട് ഞാൻ എല്ലാം പറഞ്ഞല്ലോ. ഒരു കുറ്റവും ചെയ്യാത്ത എന്നെ ജയിലിലാക്കി കടന്നു കളഞ്ഞ അവളോട് ഒരു വാക്ക് ചോദിക്കാനുള്ള അവസരം തരാതെ ഈ ജീവിതം ഒടുങ്ങരുതെന്ന് ദൈവം നിശ്ചയിച്ചതാണ്. ആ മുഖത്ത് നോക്കി ഞാൻ ചോദിക്കും, എന്തിനെന്നോട് ഇങ്ങനെ ചെയ്തെന്ന് ഞാൻ ചോദിക്കും. അതിനുവേണ്ടി മാത്രമാണോ നിങ്ങൾ അവരെ കാണാൻ ആഗ്രഹിക്കുന്നത്? അതെ, അതിനുവേണ്ടി മാത്രം. അല്ല, പുറത്തങ്ങനെ തോന്നുമെങ്കിലും കുറെ നാൾ ഉള്ളിൽ കൊണ്ടു നടന്ന ഒരു സ്വപ്നമായിരുന്നില്ലേ അവർ? ബാലകൃഷ്ണന്റെ മനസ്സിൽ ആദ്യാനുരാഗത്തിന്റെ വിത്ത് പാകി അവരെ വീണ്ടും കാണുക എന്നുള്ളത് ഒരു തീവ്രമായ ആഗ്രഹമല്ലേ? സത്യത്തിൽ ബാലകൃഷ്ണൻ ഇപ്പോഴും അവരെ സ്നേഹിക്കുന്നില്ലേ?